ഈ സിനിമയ്ക്ക് മറ്റൊരു സവിശേഷത, ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിലാണ് ഇറങ്ങുന്നത്. ഒരുപക്ഷെ അതെനിക്കൊന്ന് ജിത്തു ജോസഫിന്റെ ഒരു ഭാഗ്യമാണ്. അതുപോലെ മറ്റ് ഇതിൽ അഭിനയിച്ച സിദ്ദിഖാക്ക ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു ഭാഗ്യമാണ് പിറന്നാൾ ദിനത്തിൽ ഈ ചിത്രം ഇറങ്ങുന്നുള്ളത്. അത് മനസ്സിലെങ്ങനെ കണക്ട് ചെയ്യുന്നത്? അതും ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സാധാരണ സിനിമകൾ റിലീസ് ആകുന്നത് ഒരു വെള്ളിയാഴ്ച വ്യാഴാഴ്ചയൊക്കെയാണ്. ഈ പിറന്നാൾ ഒരു തിങ്കളാഴ്ച ആണെങ്കിൽ ഇത് അന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഭാഗ്യത്തിന് ഒരു ഈശ്വരന്റെ കടാക്ഷം പോലെ ഒരു വ്യാഴാഴ്ചയാണ്. അപ്പൊ ഇനിയും വരണം, ഇനി അടുത്ത ഒരു മെയ് 21 വ്യാഴാഴ്ച വരണം എന്നില്ല. അപ്പൊ ഇനി നോക്കണം ഏതൊക്കെ വ്യാഴാഴ്ചയിലാണ്. അപ്പൊ അതുകൊണ്ട് അത് ഒരു ഭയങ്കര, ഇത് നേരത്തെ റിലീസ് ചെയ്യാനിരുന്നൊരു സിനിമയാണ്. അത് നമ്മൾ ഈ പിന്നെ മിഡിൽ ഈസ്റ്റിന്റെ ഒക്കെ പ്രോബ്ലമൊക്കെ കൊണ്ട് നമ്മൾ മാറ്റി വെച്ചാണ്. അപ്പൊ അത് പിന്നെ നോക്കിയപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് വന്നു. അപ്പൊ അത് എനിക്ക് കിട്ടാവുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു നല്ല സിനിമ, അല്ലെങ്കിൽ ഇത്രയും കാത്തിരുന്ന ഒരു സിനിമ കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് ആ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടുന്ന, അതുകൊണ്ടല്ല അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാത്ത ഒരുപാട് പേരുണ്ട്. നമ്മളെക്കാട്ടിലും എൻ്റെ ബർത്ത്ഡേ വേറെ ഒരുപാട് പേര് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ആഘോഷങ്ങളുടെ അപ്പൊ അതിന്റെ ഭാഗമാകാൻ ഈ സിനിമയ്ക്ക് സാധിച്ചത് വലിയ കാര്യം, അതിന്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചത് വലിയ കാര്യം. ലാലേട്ടനെ ഈ വർഷം ഒരു സിനിമാ ലൈഫിൽ തന്നെ കുടുംബപരമായൊരു വലിയ വളർച്ചയുടെ വർഷം, മായക്കുട്ടി കൂടി സിനിമയിലേക്ക് വന്ന വർഷം, അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അല്ല, അതിലൊരു സന്തോഷമുണ്ട്. ഇനിയും അത് ആ സിനിമ ഓടണം, അവരെ ആൾക്കാർക്ക് കുട്ടിയെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, അങ്ങനെ പറയാനല്ല, അത് അല്ല, അതെ അപ്പൊ പടം ചെയ്യുന്നില്ല മലയാളികളുടെ പരാതി. അപ്പു എന്തിനാ അതിലൊരു ആൾ പറഞ്ഞെന്താ അറിയോ, ലാലേട്ടന്റെ ഈ പ്രായത്തിൽ, അപ്പുവിന്റെ പ്രായത്തിൽ ലാലേട്ടൻ ഓടി നടന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു. അപ്പു എന്താ ഇത്രയും ബ്രേക്ക് എടുക്കുന്നത്? ഏതായാലും ഒരാള് കഷ്ടപ്പെട്ടാൽ മതി. അല്ല, അത് ഓരോരുത്തരുടെ ചിന്തകളല്ലേ. അയാൾ വെറുതെ ഇരിക്കുകയല്ല, അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, മ്യൂസിക് പഠിക്കുന്നുണ്ട്, അത് എഴുതുന്നുണ്ട്, ഡിജെയിങ്. അപ്പൊ അയാൾ ചുമ്മാതിരിക്കുകയല്ല, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ലോകമാണ്. അതിൽ സിനിമയും അതിലുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് സിനിമയാണ് ലോകം, അതിൻ്റെ ഇടയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല. അങ്ങനെയാണ് അവർ മറ്റെല്ലാം ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.